കൊച്ചി തൈക്കുടത്ത് അമ്മയെ പുറത്താക്കിയ സംഭവത്തിൽ ഇളയ മകൾ സ്ഥലത്തെത്തി വീടിന്റെ പൂട്ട് പൊളിച്ച് അകത്തേക്ക് കയറിയിട്ടുണ്ട്. റിയ ബേബി ചേരുന്നു. റിയ, ഏറെ നേരം നമ്മളെ ഒത്തിരി വിഷമിപ്പിച്ച ഒന്നായിരുന്നു ഈ മകൾ അമ്മയെ പുറത്താക്കി വീട് പൂട്ടിയ ആ ഒരു സംഭവം. അമ്മ ഒരുപാട് നേരം പുറത്തിരിക്കുകയും ചെയ്തു. ഇപ്പോൾ ഇളയ മകൾ വന്നു, അമ്മയോട് സംസാരിച്ചു. അതിനുശേഷമാണോ ഇപ്പോൾ വീടിനകത്തേക്ക് കയറിയത്? ഈ മകൾ ഒപ്പമുണ്ടോ, അമ്മയ്ക്കൊപ്പമുണ്ടോ? ഈ ഇളയ മകൾ ഇവിടെ എത്തുകയും അമ്മയോട് അവരുടെ കൂടെ ചെല്ലാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷെ അമ്മ ഈ വീട്ടിൽ തന്നെ തുടരണം, ഇവിടെയാണ് കഴിയേണ്ടതെന്ന നിലപാടെടുക്കുകയായിരുന്നു. പിന്നീട് അമ്മ തന്നെയാണ് ഈ വീടിന്റെ പൂട്ട് പൊളിച്ച് വീടിന്റെ അകത്തേക്ക് കയറിയത്. അമ്മ ഇപ്പോൾ വീടിന്റെ അകത്തുണ്ട്. ഇത് ഏതാണ്ട് മണിക്കൂറുകളായി, അതായത് ഉച്ച മുതൽ ഈ പറഞ്ഞ 11:30 വരെ വീടിന്റെ പുറത്ത് പാവിരിച്ച് കസേരയിട്ടും ഒക്കെ ഇരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അത് സങ്കടകരമായ കാഴ്ച തന്നെയായിരുന്നു. 78 വയസ്സുണ്ട്. എന്താണ് പ്രശ്നമെന്നറിയില്ല. മകൾ ഒരു ദിവസം അമ്പലത്തിൽ പോവുകയാണെന്ന് പറഞ്ഞ് പോവുകയും പിന്നീട് ഈ വീട് പൂട്ടിയിടുകയുമായിരുന്നു. അന്നു മുതൽ അമ്മ ഇളയ മകളുടെ കൂടി പിന്നീട് പലയിടങ്ങളിലുമൊക്കെ കഴിയുകയായിരുന്നു എന്നാണ് പറയുന്നത്. അമ്മ ഇവിടെ തന്നെ തുടരാനാണല്ലേ? അതെ, ഞാനിവിടെ തന്നെ നിൽക്കാനാണ് ആഗ്രഹം. എനിക്ക് വേറെ എങ്ങും പോകണ്ട മോളെ. എൻ്റെ വീടാണിത്. എൻ്റെ വീട്ടിൽ തന്നെ കിടന്ന് മരിക്കണമെന്ന് എനിക്ക് ആഗ്രഹം. എനിക്കെങ്ങും പോകണ്ട. എന്തുകൊണ്ട് അമ്മേനെ ഇങ്ങനെ മൂത്ത മകള് പെട്ടെന്നൊരു ദിവസം വീട് പൂട്ടി പോവുകയായിരുന്നു? അവൾ അമ്പലത്തിൽ പോകണമെന്നും പറഞ്ഞിട്ട് പോയത്. അപ്പോൾ അമ്പലത്തിൽ മൂകാംബിക പോകണം. അപ്പോൾ 2 ദിവസം വൈകിയേ വരുള്ളൂ. അമ്മ അനിയത്തിയുടെ അടുത്ത് പോകുന്നു പറഞ്ഞു. ഞാൻ അനിയത്തിനെ വിളിച്ച് അവരുടെ വീട്ടിലോട്ട് പോയി. എന്നിട്ട് അമ്മ ഇളയ മകളുടെ കൂടെ നിൽക്കാത്തത് എന്തായിരുന്നു? മോനെ, അവിടെ സൗകര്യം ഇല്ലാഞ്ഞിട്ടാണ് നിൽക്കാൻ. എനിക്ക് വയ്യാതെ വന്നപ്പോഴത്തേക്ക് എനിക്ക് ബുദ്ധിമുട്ടായി അവിടെ നിൽക്കാൻ. എനിക്ക് ഒട്ടും പറ്റാതെ. അപ്പം മുകളിൽ നിന്ന് താഴ്ത്തിറങ്ങണം, അത് പറ്റില്ല എനിക്ക്. അമ്മ ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞ പിന്നെ മൂത്ത മോളെ വിളിക്കാനൊക്കെ പറ്റിയോ? സംസാരിക്കാനൊന്നും പറ്റിയിട്ടില്ല. അവളെ വിളിച്ചാൽ ഫോൺ എടുക്കൂല. അവൾ തരില്ല, ഫോൺ നമ്പറൊന്നും തരില്ല. വിളിച്ചാൽ എടുക്കുകയില്ല. RTO പറഞ്ഞതാണ് വേഗത്തിൽ കയറ്റണമെന്നൊക്കെ പറഞ്ഞു. പോലീസ് പറയുന്നു ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റാന്നൊക്കെ പറയുന്നു. അമ്മ ഇവിടെ വിട്ട് പോവില്ല. ഞാൻ എങ്ങും പോകില്ല. ഇനി എനിക്ക് എൻ്റെ വീട് വന്നു. ഞാൻ താനെ കുത്തിപ്പൊളിച്ച് അകത്ത് കയറി. കണ്ട ആൾക്കാരൊക്കെ കയറ്റിയാൽ അവർ വല്ലവരും അവർക്ക് കുറ്റമല്ലേ. അപ്പം ഞാൻ തന്നെ കട്ടാമ്പാറ കൊണ്ട് പൊളിച്ച് അകത്ത് കയറി. 2 തിക്കിയപ്പോൾ എനിക്ക് എങ്ങനെയമ്മ ഈ പ്രശ്നം പരിഹരിക്കുക? മകളെ ചർച്ചക്കൊക്കെ വിളിച്ചിട്ടുണ്ട്, അമ്മ പോകുമോ? ഞാൻ പോകില്ല. എനിക്കിനി പോകണ്ട. ഇനി ഒരു ചർച്ച എനിക്ക് കേൾക്കുകയും വേണ്ട, കാണുകയും വേണ്ട. അത്ര ഞാൻ വിഷമിച്ചു. എനിക്ക് എൻ്റെ വീട്ടിൽ കിടന്നാൽ മതി. ഇനി ഒരു ചർച്ചക്കും ഞാൻ പോകില്ല മോളെ. എനിക്ക് പോകണ്ട. എന്തായാലും ഇപ്പോൾ അമ്മ വീടിൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. ഇത് അമ്മയ്ക്ക് 2 മക്കളാണ്. 2 മക്കൾക്കുമായി സ്ഥലം വീതിച്ച് നൽകിയതാണ്. അവിടെ മൂത്ത മകൾ ഈ വീട് പണിതു. പക്ഷെ പിന്നീട് ഒരു ദിവസം അമ്മയും മൂത്ത മകൾക്കൊപ്പം ഈ വീട്ടിൽ കഴിയുകയായിരുന്നു. പക്ഷേ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? അപ്പൊ അതിനെ തുടർന്നാണോ ഈ അമ്മയെ അങ്ങോട്ട് മാറ്റിയത്? അങ്ങനെ എന്തെങ്കിലും അറിയാൻ പറ്റുന്നുണ്ടോ? ഒപ്പം തന്നെ ഇളയ മകൾ ഇപ്പോൾ ആ വീട്ടിൽ കൂടെ ഉണ്ടോ, അതോ വന്നതിന് ശേഷം തിരിച്ചു പോയോ? അമ്മയോട് നമ്മൾ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അമ്മ പറയുന്നു അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു ദിവസം മകൾ ഇവിടെ നിന്ന് ക്ഷേത്രത്തിൽ പോവുകയാണ്. അമ്മയോട് കുറച്ച് ദിവസം ഇളയ മകളുടെ കൂടെ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ ഇവിടെ നിന്ന് ഇറങ്ങിയതാണ്. അവിടെ സൗകര്യങ്ങളില്ല എന്നാണ് അമ്മ പറയുന്നത്. ചെറിയ വീടാണ്, സൗകര്യങ്ങളില്ല എന്നാണ് അമ്മ പറയുകയും ചെയ്തത്. അതിനുശേഷം ഈ വീട്ടിലേക്ക് അമ്മ തിരിച്ചു വരുന്നു. തിരിച്ചു വന്നപ്പോഴേക്കും ഈ വീട് പൂട്ടിക്കിടക്കുകയാണ്. നിരന്തരം മകളെ വിളിക്കാൻ നോക്കിയപ്പോൾ മകൾ ഫോൺ എടുക്കുന്നില്ല. അങ്ങനെ വലിയ ബുദ്ധിമുട്ടിലായിരുന്നു. കഴിഞ്ഞ 8 ദിവസമായി അയൽവാസിയുടെ കൂടെയാണ് അമ്മ താമസിക്കുന്നത്. പോലീസിൽ പരാതി നൽകി, RDOയുടെ അടുത്ത് പരാതി നൽകി. RDO ആണ് അമ്മയെ അകത്തേക്ക് കയറ്റണമെന്ന് ഉത്തരവിറക്കുകയും ചെയ്തത്. പക്ഷേ പൂട്ടിക്കിടക്കുന്നതിനാൽ ഇടപെടാനാകില്ലെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. മാത്രമല്ല അങ്ങനെ പൂട്ട് പൊളിച്ച് കിടത്തണമെന്നൊരു ഉത്തരവില്ലെന്നും പോലീസ് നിലപാടെടുത്തു. അതേ തുടർന്നാണ് കൗൺസിലർ MLA ഉമാ തോമസ് നാട്ടുകാരൊക്കെ ഇവിടെ എത്തുകയും അമ്മയെ അകത്ത് കയറ്റണം, അതുവരെ തങ്ങളും പുറത്ത് അമ്മയ്ക്കൊപ്പം നിൽക്കുമെന്ന നിലപാടെടുക്കുകയും ചെയ്തു. നാട്ടുകാർ ചിലരൊക്കെ ഇപ്പോഴും ഇവിടെയുണ്ട്. ഈ അമ്മ ഇങ്ങനെ പുറത്തു നിൽക്കുന്നത് കൊണ്ടാണോ നിങ്ങളൊക്കെ സഹായമായിട്ട് എത്തിയത്? അമ്മ ഇങ്ങനെ പുറത്തു നിൽക്കുന്നതുകൊണ്ടാണോ നിങ്ങളൊക്കെ എത്തിയത്? അതെ, പുറത്ത് നിൽക്കുന്നില്ല. ഞങ്ങൾക്ക് അറിയാമായിരുന്നു. ഞങ്ങൾ ഇവിടെ അകത്ത് കയറ്റാനുള്ള പരിശ്രമത്തിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ രാവിലെ തുടങ്ങി അതിനുള്ള പരിശ്രമത്തിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ പുറത്ത് RDO നിന്നുള്ളൊരു ലെറ്റർ കിട്ടുമ്പോൾ അകത്ത് പ്രവേശിപ്പിക്കാൻ സാധിക്കുമെന്നായിരുന്നു. പക്ഷേ പോലീസുകാരും ആ ഉദ്ദേശത്തിലാണ് വന്നത്. ഇവിടെ വന്നതിന് ശേഷം പോലീസിന് മുകളിൽ നിന്ന് വിളി വന്നപ്പോൾ അവർ നിസ്സാകരായി. അപ്പോൾ പിന്നെ ജനങ്ങളെ കൂട്ടി ഞങ്ങൾ ബന്ധപ്പെട്ടവരെ അധികാരികളൊക്കെ അറിയിച്ചു. MLA കൗൺസിലറൊക്കെ അറിയിച്ചു. അവരൊക്കെ വന്ന് അവരുടെ എല്ലാ സഹായം കൊണ്ടാണ്. ഞങ്ങൾക്ക് മാത്രമൊന്നും സാധിക്കില്ല. പിന്നെ ചാനലുകാർ പ്രത്യേകിച്ച് എടുത്ത് പറയണം. നിങ്ങളുടെ മക്കള് മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടാണോ ഇങ്ങനെ അമ്മ പുറത്ത് നിൽക്കേണ്ടി വന്നത്? അത് നമുക്ക് അറിയാൻ പാടില്ല. അവരിങ്ങനെ മുഴുവൻ അമ്മ പുറത്തു തന്നെയായിരുന്നു. ഇന്ന് മാത്രമല്ല, ഇപ്പോൾ 1 വർഷത്തോളം ആയല്ലോ. അപ്പോൾ ചേച്ചി അവിടെ നിന്ന് ഈ അനിയത്ര ഇളയ മോളുടെ വീട്ടിൽ നിന്ന് വന്നിട്ട് 15 ദിവസമായി. ഇന്ന് മുഴുവൻ പുറത്തുനിന്ന് ഇരിക്കുകയും ഇന്ന് ഞങ്ങൾ RDOയിലോട്ട് പോയേക്കണായിരുന്നു.
മാഡം ഉച്ച കഴിഞ്ഞ് 3 മണിയായപ്പോഴത്തേക്ക് അവിടെ വന്ന് അപ്പോൾ തന്നെ ചേച്ചി കരയണ കണ്ടപ്പോൾ തന്നെ പറഞ്ഞു ഇന്ന് തന്നെ ഇമ്മീഡിയറ്റ്ലി ഓർഡറാണ്, എൻക്വയറിയൊക്കെ അത് കഴിഞ്ഞ് ആദ്യം അമ്മ വീട്ടിൽ കയറട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഓർഡർ അടിച്ച് ഞങ്ങൾ 7:20 ഞങ്ങൾ വന്നത് ഇവിടെ. ഓർഡർ വാങ്ങിച്ചിട്ട് തന്നെ ഞങ്ങൾ വന്നത്. അമ്മ എന്തായാലും ഇവിടെ തന്നെ തുടരുമെന്നാണ് പറയുന്നത്. അമ്മ ഇവിടെ തന്നെ താമസിക്കണം, അമ്മയുടെ വീടല്ലേ, അമ്മക്ക് ജീവിക്കണ്ടേ. അമ്മ പറയണ എനിക്ക് ഇവിടെ കിടന്ന് മരിക്കണമെന്നാണ് പറയണത്. കാരണം അമ്മ ജനിച്ചു വളർന്ന വീടാണ്, അത് കഴിഞ്ഞ് മോള് പണിതെന്ന് മാത്രമേ ഉള്ളൂ. ഇത് അമ്മയുടെ സ്ഥലവുമല്ലേ ഇത്. എന്തായാലും ഇത്തരത്തിലാണ്. ഇതിൽ എന്തായാലും നിലവിൽ അമ്മ അകത്ത് കയറിയിരിക്കുകയാണ്. RTO ഒരു ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ മറ്റു തരത്തിലുള്ള പ്രശ്നപരിഹാരം ഈ വിഷയത്തിൽ ഉണ്ടാകുമോ എന്നതൊക്കെ നാളെ നടക്കുന്ന ചർച്ചയിൽ അറിയേണ്ടതാണ്. എന്തായാലും നിലവിൽ ഈ വിഷയത്തിൽ നാട്ടുകാരടക്കം പിന്തുണയുമായി എത്തുകയും പിന്നീട് 11:30 അമ്മ ഈ വീടിനകത്തേക്ക് കയറുകയും ചെയ്തിട്ടുണ്ട്. മൂത്ത മകളുമായി ഇതുവരെയും ഫോണിൽ സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് അമ്മയും ഇവിടെയുള്ള ആളുകളും ഒക്കെ വ്യക്തമാക്കുന്നത്. ശരി റിയ, എന്താണെങ്കിലും അമ്മ സുരക്ഷിതമായി വീടിനുള്ളിലേക്ക് കയറി എന്നത് ആശ്വാസകരമായ ഒരു കാര്യം. കൊച്ചി തൈക്കുടത്താണ് ഇങ്ങനെ അമ്മയെ മൂത്ത മകൾ പുറത്താക്കിയൊരു സംഭവം ഉണ്ടായത്. എന്താണെങ്കിലും അമ്മ ഇപ്പോൾ വീടിന്റെ പൂട്ട് പൊളിച്ച് അകത്തേക്ക് കയറി. റിയ ബേബിയാണ് വിവരങ്ങൾ നൽകിയത്.